ചിന്തിക്കണം. ബദരീങ്ങൾ ആണ്ട് കഴിക്കേണ്ടതല്ല, എന്തിന് ആണ്ട് കഴിക്കണം? യോദ്ധാക്കൾ എന്ന നിലയിൽ അവർ കഷ്ടപ്പെട്ട ആളുകൾ അല്ല. അവരുടെ പ്രശ്നം, അവരുടെ മാറ്റം അവർ പുറപ്പെട്ടതാണ്. അവർ പുറപ്പെട്ടപ്പോൾ ആർക്ക് വേണ്ടി പുറപ്പെട്ടു? അള്ളാഹുവിനും റസൂലിനും വേണ്ടി പുറപ്പെട്ടു. ഈ റസൂലിനെ സംരക്ഷിക്കാതെ ഞങ്ങൾ ജീവൻ പോലും സംരക്ഷിക്കും എന്ന് കരുതി വന്നു. ഞങ്ങളിൽ അവസാനത്തെ ആളുകൾ കൂടി മരിച്ചാലും അങ്ങ് രക്ഷപ്പെട്ടോളണമെന്ന് നബിയോട് പറഞ്ഞു. നിങ്ങൾ വാക്കുണ്ടാവണം, ഞങ്ങൾ മരിച്ച പ്രശ്നമല്ല, ഞങ്ങൾ മരിച്ചിട്ട് എന്ത്, ഞങ്ങൾ ജീവിച്ചിട്ട് എന്താ ഭൂമിക്ക് കാര്യം? അതുകൊണ്ട് ഞങ്ങളിൽ അവസാനത്തെ ആൾ നബി അവർ അരീശിലിരുത്തി ഒരു ചെറിയ പുൽക്കോട് പോലത്തെ ഒരു വീടുണ്ടാക്കി, ഒരു ചെറിയ സൗകര്യം ഉണ്ടാക്കി, അതിൽ നബി ഇരുത്തി. അങ്ങ് ഇറങ്ങരുത്, കാരണം ഇവർ വരുന്നത് ഞങ്ങളെ കൊല്ലാനല്ല, നിങ്ങളെയാണ്. ഈ ലോകത്തിന് ലാഭം കിട്ടണമെങ്കിൽ നിങ്ങളുണ്ടാവണം, നിങ്ങളാണ് മർമ്മം, നിങ്ങളെ കൊല്ലനാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ യുദ്ധക്കളത്തിൽ വരരുത്. ഞങ്ങളുടെ അവസാനത്തെ ആള് മരിച്ചാലും അങ്ങ് രക്ഷപ്പെടണം, അങ്ങ് ബാക്കിയുണ്ടാവണം. എന്തുകൊണ്ട് അങ്ങ് ബാക്കിയുണ്ടായാൽ ഒന്നും സംഭവിച്ചില്ല? എന്തുകൊണ്ട്? ഞങ്ങൾ 300 ചില്ലാനം പോയാൽ ഒന്നും ലോകത്തിന് വരാനില്ല. ഞങ്ങളാര് ഇത് പറഞ്ഞ ആൺകുട്ടികളുടെ പേരിൽ ആണ്ട് കൈക്കില്ല, പിന്നെ ആർക്കടാ ആണ്ടേക്കാള്? ഇതാണല്ലോ മാത്രം.